ഇറാനുമേൽ യുദ്ധം തുടരാനുള്ള തൻ്റെ അവകാശത്തെ പരിമിതപ്പെടുത്തുന്ന തള്ളിക്കളയുന്ന US ജനപ്രതിനിധി സഭയുടെ കഴിഞ്ഞ വോട്ടെടുപ്പിനെ വിമർശിച്ചുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം, 4 റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ പോലും കൂറുമാറി വോട്ട് ചെയ്തിരിക്കുന്നു ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്നിട്ട്. അവർക്ക് ലജ്ജ വേണം, രാജ്യസ്നേഹം വേണം. താൻ എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? യുദ്ധം നടത്താനുള്ള അനുമതി ഇല്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകും എന്ന മട്ടിൽ യുദ്ധത്തിൻ്റെ പൊസിഷൻ എന്താണ് ഇതൊന്നും അറിയാത്ത ആളുകളാണ് കഴിഞ്ഞ ദിവസം തനിക്കെതിരെ വോട്ട് ചെയ്തത് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന മാധ്യമത്തിലൂടെ പറയുകയാണ്. 215, 208 എന്നിങ്ങനെയാണല്ലോ വോട്ടിംഗ് നിലവാരം. 4 പേർ കൂറുമാറി വോട്ട് ചെയ്തുവെന്ന് ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. 2 കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. ഒന്ന്, ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ യുദ്ധം തുടരണമെങ്കിൽ US കോൺഗ്രസ് എന്ന പരമോന്നത ബോഡിയുടെ അപ്രൂവൽ ട്രംപ് വാങ്ങിയിരിക്കണം. അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തെ യുദ്ധത്തിൽ ഇപ്പോൾ നിയുക്തമാക്കിയിരിക്കുന്ന ഈ സാഹചര്യം അവസാനിപ്പിക്കണം. സൈന്യത്തെ ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് US ജനപ്രതിനിധി സഭയിൽ നടന്ന വോട്ടെടുപ്പിൻ്റെ അന്തിമ തീരുമാനമായി വന്നിരിക്കുന്നതും അതനുസരിച്ച് പ്രസിഡന്റിന് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആയിരിക്കുന്നതും. കൂട്ടത്തിൽ ട്രംപ് പറയുന്നു, ഈ വീക്കെൻഡിൽ തന്നെ ഒരു ധാരണയാകും എന്ന ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് ഇറാൻ സമ്മതിക്കുന്നില്ല. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറയുന്നത് കാര്യമായ ഒരു പുരോഗതിയും ചർച്ചയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ്. ഈ വൈരുദ്ധ്യം നിറഞ്ഞ അന്തരീക്ഷമാണ് ഇന്നിതാ ഈ ജൂൺ 4-ാം തീയതിയും നമ്മൾ അറിയുന്നത്. ഇന്നലെ കുവൈറ്റ് എയർപോർട്ടിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് ഒരു ഇന്ത്യക്കാരൻ മരണമടഞ്ഞ സംഭവം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. മധ്യപ്രദേശിലെ ഉജ്ജയിനി സ്വദേശിയായ തുന്നൽ തൊഴിലാളി 55 വയസ്സുള്ള മൻസൂർ അഹമ്മദാണ് കൊല്ലപ്പെട്ടതെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ കല്യാണത്തിനു വേണ്ടി നാട്ടിലേക്ക് പോകാനിരിക്കവേ രാവിലെ 7:30-ക്കുള്ള ഫ്ലൈറ്റിൽ മുംബൈയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ പോകാനാണ് പരിപാടി. തലേ ദിവസം 18 വയസ്സുള്ള മോനുമായിട്ടൊക്കെ ഫോണിൽ സംസാരിച്ചു. അതൊരവസാന സംഭാഷണമാകുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കളൊക്കെ വളരെ വലിയ വിഷമത്തോടു കൂടി ഇപ്പോൾ നാട്ടിൽ നിന്ന് പ്രതികരിക്കുകയാണ്. ഏതായാലും അദ്ദേഹം ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ആക്രമണമുണ്ടായതും കൊല്ലപ്പെടുകയും ചെയ്തത്. ഇന്ന് കുവൈറ്റിൻ്റെ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് എയർപോർട്ട് അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു. 2 ആശുപത്രികളിൽ കഴിയുന്ന 63 ആളുകൾ, പരിക്കേറ്റ് കഴിയുന്നവർ, അവരെ സന്ദർശിച്ചു. എല്ലാ നടപടികളും വേഗത്തിലാക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ നൽകി. എല്ലാ സൗകര്യങ്ങളും ആശുപത്രി കിടക്കുന്നവർക്ക് നൽകാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട ഇന്ത്യൻ പ്രവാസി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുകയും അനുശോചനം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. 2 ദിവസമായിട്ട് ഇസ്രായേലിൻ്റെയും ലെബനോൻ്റെയും ഉന്നത വൃത്തങ്ങൾ അമേരിക്കയിൽ ചർച്ച നടത്തുകയാണ് വെടിനിർത്തലിന് വേണ്ടിയെന്ന് വാർത്ത കൊടുത്തിരുന്നല്ലോ. അതിൻ്റെ പരിണിതി എന്തായി എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഒരു വെടിനിർത്തൽ ഉണ്ടാക്കാൻ അവിടെ വെച്ച് തീരുമാനമായെങ്കിലും ലെബനോനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് അതിനെ നിരാകരിച്ചിരിക്കുകയാണ്. ഈ യുദ്ധത്തിന് മുമ്പുള്ള പൊസിഷനിലേക്ക് ഇസ്രായേലി സേന പിന്മാറിയാൽ മാത്രം നമുക്ക് ആലോചിക്കാം എന്നാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് പറയുന്നതെന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. അതേസമയം ഇസ്രായേൽ ആർമി ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ ആരോപണം ഉന്നയിക്കുന്നു. അതായത് UN പോസ്റ്റിലേക്ക് പോലും ഹിസ്ബുള്ള മോട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഒരു സെർബിയൻ പട്ടാളക്കാരൻ, UN പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടു. ഇത്തരം ഒളിയാക്രമണങ്ങൾ സജീവമാക്കി ഹിസ്ബുള്ള കൊണ്ടുപോയാൽ സമാധാനം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അടി തുടരും എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് ശക്തമായി നൽകുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാര്യത്തിൽ പ്രത്യേക തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. അങ്ങനെ ഒരു തീരുമാനം ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെയും ലെബനോൻ ഇസ്രായേൽ വിഷയത്തിൻ്റെയും കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തലോ യുദ്ധവിരാമമോ ഉണ്ടാവുകയില്ല എന്നാണ് ഇറാൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കലങ്ങി മറിഞ്ഞ അന്തരീക്ഷത്തിലൂടെ ജൂൺ 4-ാം തീയതിയും കടന്നു പോവുകയാണ്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.